കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ കാര്യങ്ങൾ, അതായത് ഡയറക്ടേഴ്സിനെ കുറിച്ച്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ തുടക്ക കാലഘട്ടം, അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെക്സ്റ്റ് ഡീറ്റെയിൽസ് പാർട്ട് 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു RBIയുടെ ഫങ്ഷനായിട്ട് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ RBIക്ക് 1934 RBI ആക്ട് പ്രകാരം നോട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം വന്നിരിക്കുന്നത് RBIക്കാണ്. പക്ഷേ എല്ലാ നോട്ടുകളും RBIക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. 1 രൂപ നോട്ടുകളും അതുപോലെ തന്നെ കോയിനുകളും ഇഷ്യൂ ചെയ്യുന്നത് RBI അല്ല. ബാക്കിയുള്ള എക്സെപ്റ്റ് 1 റുപ്പി നോട്ട്, ബാക്കി എല്ലാ നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ആരാണ് അപ്പോൾ 1 റുപ്പി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ ബാക്കിയുള്ള നോട്ടുകളൊക്കെ RBI എന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കും 1 റുപ്പി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് 1 റുപ്പി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 റുപ്പി നോട്ടിൽ വരുന്ന പിക്ചറാണ് മുംബൈയിലുള്ള സാഗർ സാമ്രാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽ എക്സ്പ്ലോറേഷൻ റിങ്ങിൻ്റെ ഫോട്ടോയാണ് 1 റുപ്പി നോട്ടിൽ വരുന്നത്. പിന്നെ RBI പണ്ട് ആദ്യത്തെ കാലത്ത് 1957 മുമ്പ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്നുള്ള പ്രിൻസിപ്പിളിലാണ് കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള കാലത്ത് മിനിമം റിസർവ് സിസ്റ്റം പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. RBI 1957 ശേഷം RBI ഗോൾഡും ഫോറക്സ് റിസർവ്സും 200 കോടിയുടെ മിനിമം 200 കോടിയുടെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏത് പ്രിൻസിപ്പിളാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 10,000 റുപ്പിയുടെ വരെ കറൻസി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ മണി സപ്ലൈയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ മണി സപ്ലൈയെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റിയുടെ ബേസ്. ലിക്വിഡിറ്റി മീൻസ് ഒരു കറൻസി യൂസ് ചെയ്യാം അല്ലെങ്കിൽ മണി യൂസ് ചെയ്യുന്നതിൻ്റെ ഈസിനെസ്, അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റിയുടെ ബേസിസിൽ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. M1, M2, M3, M4. അതിൽ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ മണി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിന് ലിക്വിഡിറ്റി കൂടുതലാണ്. M4 എന്ന് പറഞ്ഞാൽ ബ്രോഡ് മണി, അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് മണി M4ൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് ബ്രോഡ് മണി എന്നും. M1 എന്ന് പറഞ്ഞാൽ നാരോ മണി ആവാൻ കാരണം കുറച്ച് എമൗണ്ട്, കുറച്ച് ടൈപ്പ് ഓഫ് മണി മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് നാരോ മണി എന്ന് വിളിക്കുന്നത്. പക്ഷേ M1ന് ലിക്വിഡിറ്റി കൂടുതലാണ്. കാരണം അതിൽ M1ൽ വരുന്നത് CU+DD. CU എന്ന് പറഞ്ഞാൽ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ് വരുന്നത്. അതായത് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്. അത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ്. നെക്സ്റ്റ് M2 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്. M1ലുള്ള കാര്യങ്ങളും പ്ലസ് പോസ്റ്റ് ഓഫീസിലുള്ള സേവിങ് ബാങ്ക്സിലുള്ള സേവിങ് ഡെപ്പോസിറ്റ്സ്. അതും M1 പോലെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടി ലിക്വിഡിറ്റി ഉണ്ട്. അടുത്തത് M3 പറഞ്ഞാൽ M1 പ്ലസ് കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ്. M4 പറഞ്ഞു കഴിഞ്ഞാൽ M3യിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, പ്ലസ് എല്ലാ ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷനിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് എക്സ്ക്ലൂഡിങ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറയുന്നത്. നമ്മളെ പല സമയത്തായിട്ട് കറൻസീസ് ഡിമോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 1946 ജനുവരി 12 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോട്ട്സ് അസാധുവാക്കിയത്. അടുത്തതിന് ശേഷം ജനുവരി 16 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് 1000, 5000, 10,000 നോട്ടുകൾ 1978 ഡിമോണിറ്റൈസ് ചെയ്തു. അടുത്തത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരും അതിൻ്റെ പ്രോബ്ലംസ് അനുഭവിച്ചത് 2016 നവംബർ 8 500ൻ്റെയും 1000ൻ്റെയും റുപ്പി നോട്ട്സ് ഡിമോണിറ്റൈസ് ചെയ്തത്. ഈ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട്സ് നിർത്തലാക്കിയതിന്
ഉണ്ടായിരുന്ന കാരണങ്ങൾ, എന്തിനു വേണ്ടിയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 4 റീസൺസാണ് കാരണം. ഒന്ന്, ബ്ലാക്ക് മണി ഇറാഡിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്, എലിമിനേറ്റ് കൗണ്ടർഫീറ്റിംഗ് കറൻസി. തേർഡ്, ടാക്കിൾ ടെററിസം. ഫോർത്ത്, ഇംപ്രൂവ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എറാഡിക്കേറ്റ് ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന മണി തന്നെയാണ്, അത് നോട്ട്സ് തന്നെയാണ്. പക്ഷെ അത് കണക്കിൽപ്പെടാത്ത കുറേ എമൗണ്ട് ഉണ്ടാവും, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് അങ്ങനെ സൂക്ഷിക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്തായാലും കാരണം അതിങ്ങനത്തെ നോട്ട്സുകളാണെങ്കിൽ അത് ബാങ്കിലേക്ക് വരും എന്നുള്ള ഒരു ഊഹത്തിൻ്റെ പുറത്താണ് ഡിമോണിറ്റൈസേഷൻ നടത്തിയത്. പക്ഷേ അത് അത്രത്തോളം സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് എലിമിനേറ്റ് കൗണ്ടർഫീറ്റിംഗ് കറൻസി. കൗണ്ടർഫീറ്റിംഗ് കറൻസി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള നോട്ട്സ് അല്ല, ഫേക്കായിട്ടുള്ള നോട്ട്സ് അടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ കൗണ്ടർഫീറ്റ് കറൻസി യൂസ് ചെയ്യുന്നത് ടെററിസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് എലിമിനേറ്റ് ചെയ്യുന്നത് വഴി ടെററിസം ഒഴിവാക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ടാക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതും നടന്നിട്ടില്ല. നാലാമത്തെ റീസണാണ് ഇംപ്രൂവ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. ഇംപ്രൂവ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു കാര്യത്തിന് പോലും ഗൂഗിൾ പേ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം ഈ ഡിമോണിറ്റൈസേഷന് ശേഷമാണ്. അതിന് ആണ് ഏറ്റവും ഈ പറഞ്ഞ നാലാമത്തെ റീസണാണ്, ആ കാര്യമാണ് ഡിമോണിറ്റൈസേഷന് ശേഷം ഏറ്റവും കൂടുതൽ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RBIയുടെ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഇഷ്യൂവർ ഓഫ് നോട്ട്സ്, അതാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത്. സെക്കൻഡ് ഫങ്ഷനാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ബാങ്കറായിട്ട്, ഗവൺമെൻറ്റിന് ബാങ്കർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് കൊടുക്കുക, ക്യാഷ് എന്തെങ്കിലും മറ്റേ പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ബാങ്കർ എന്നുള്ള ഫങ്ഷൻ, ഗവൺമെൻറ്റിന് ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് ബാങ്കർ, ആക്ട് ആസ് ബാങ്കർ, അഡ്വൈസർ ആൻഡ് പെർഫോം ഓൾ ബാങ്കിങ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ബാങ്കിങ് ഫങ്ഷൻസും നടത്തുന്നത്, ഒരു അഡ്വൈസറായിട്ട് ആക്ട് ചെയ്യുന്നതൊക്കെ RBI ആണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൊതു കടങ്ങൾ മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ്റിന് വേണ്ടി ട്രഷറി ബിൽസ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ഓരോ ഗവൺമെൻറ്റിൻ്റെയും മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത് RBIക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റോളുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻ ആണ് കസ്റ്റോഡിയൻ ഓഫ് ഫോറെക്സ്. ഫോറെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നാണയത്തിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരനാണ് RBI. അതായത് നമ്മൾ ഇന്ത്യ വേറൊരു കൺട്രി ആയിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോറിൻ കറൻസീസ് സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ RBIനെ എടുക്കുന്നത്. ലോകത്തിലെ തന്നെ 4ാമത്തെ ഫോറിൻ കറൻസി കസ്റ്റോഡിയനാണ് ഇന്ത്യ, RBI. അതുകൊണ്ട് തന്നെ കൺട്രിയിൽ നമ്മുടെ രാജ്യത്ത് ഫോറിൻ കറൻസി ഒഴുക്ക് നിയന്ത്രിക്കുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതും RBIയുടെ നിയന്ത്രണത്തിലാണ്. നെക്സ്റ്റ് ഫങ്ഷനാണ് സൂപ്പർവൈസറി ഫങ്ഷൻസ്. RBIക്ക് ബാക്കി ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ അത് RBI ആണ് ബാങ്കുകൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ബാങ്ക് തുടങ്ങാൻ വേണ്ടിയിട്ടും അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോളിസീസും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതും RBI ആണ്. അതുപോലെ തന്നെ ബാങ്ക് വളരെ അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതും RBI ആണ്. ബാങ്കിൻ്റെ വർക്കിംഗ് തീരുമാനിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഈ ക്ലാസ്സിൻ്റെ അന്ന് വൈകുന്നേരം
ഈ വീഡിയോയുടെ അന്ന് വൈകുന്നേരം കുറച്ച് ക്വസ്റ്റ്യൻസിന് ഷോർട്സ് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ഓർത്ത് വയ്ക്കണം. RBIയുടെ നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അതായത് എല്ലാ ബാങ്കുകളുടെയും ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. അത് അനുസരിക്കുന്ന റൂൾ എന്ന് പറഞ്ഞാൽ RBI ആക്ട് 1934 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ RBIക്ക് എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാങ്കിൻ്റെ പൈസ കടം കൊടുക്കാനും അതുപോലെ തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുമുള്ള കപ്പാസിറ്റിയെക്കുറിച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. ഇതൊക്കെയാണ് RBIയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്.